അവന് തുടങ്ങി, ഹരിനാരായണന്റെ ഭ്രാന്ത് തുടങ്ങി. താൻ എന്താ ഈ പറയുന്നേ? എന്ത് പറ്റി? തനിക്കും ഭ്രാന്ത് പിടിച്ചല്ല, അവന് ഭ്രാന്ത് തുടങ്ങി. അവൻ ആ കോടതി മുറ്റത്തിരുന്ന് പൊട്ടി പൊട്ടി കരയുക. അവന് സന്തോഷം അടക്കാൻ പറ്റാഞ്ഞിട്ടാ കോടതി അവന് വെറുതെ വിട്ടില്ല. സന്തോഷം അടക്കാൻ പറ്റാഞ്ഞിട്ടല്ല, പിന്നെ 5 വർഷത്തിന് മുമ്പ് ഈ വെട്ടുന്നതിന് മുമ്പ് അവൻ എന്നെ കെട്ടിപ്പിടിച്ചല്ലോ, കരച്ചിൽ കരഞ്ഞു, ഈ എന്നും പറഞ്ഞ്. അതേ കരച്ചിൽ അതേ ശ്രുതിയിൽ ആ വക്കീലിനെ കെട്ടിപ്പിടിച്ചവൻ ആ കോടതി മുറ്റത്തിരുന്ന് കരയ്യ, ഈ എന്ന് പറഞ്ഞ്. ഓടാ വക്കീലെ, തനിക്ക് ഓർമ്മയുണ്ടോ? 5 വർഷത്തിന് മുമ്പ് ഞാൻ ഇനി അത് പൊക്കല്ലേ? ഞാൻ ഇനി പൊക്കി കാണിക്കും. ഇതേ വെട്ട് അവനിന്ന് ആ വക്കീല് കവിൾന്നോ മലന്നോ കിടക്കുമ്പോൾ വെട്ടും. ഒരൊറ്റ വെട്ട് 2 മുറി. 2 മുറിയല്ല, ഒറ്റ മുറി. ഇന്ന് മുതൽ എന്റെയും നിന്റെയും മുറി ഇതാ. നമ്മുടെ സ്നേഹബന്ധം ഒരിക്കലും മുറിയാനും പാടില്ല. നിന്നെ സ്നേഹിക്കാൻ ആരുമില്ല എന്ന് വിചാരിച്ച് ഇനി നീ സങ്കടപ്പെടരുത്. ഈ വീട്ടിലുള്ള എന്റെ ബന്ധുക്കളൊക്കെ ഇന്ന് മുതൽ നിന്റെയും ബന്ധുക്കളാണ്. വിട്ടുപോകില്ല ജ്യേഷ്ഠ, നിന്നെ വിട്ട് ഞാൻ ഒരിക്കലും പോവില്ല. സത്യം. ശ്വാസം മുട്ടി ചത്തു. ഇനിയെങ്കിലും നീ കരച്ചിലൊന്ന് നിർത്തന്റെ ഹരിനാരായണ. ഞാൻ പണ്ടുപോലെ ഇങ്ങനെ സന്തോഷം വന്നു കഴിഞ്ഞാ കരയും, സങ്കടം വന്നു കഴിഞ്ഞാ ചിരിക്കും. വെറുതെ അല്ല ഒരു 10-12 വർഷം അതിനകത്ത് വെച്ച് പൂട്ടിയത്. ഹരിനാരായണ, ഇനി മുതൽ നീ സങ്കടം വന്ന കരയും, സന്തോഷം വന്ന ചിരിക്ക്. സന്തോഷം. ഓ താങ്ക് ഗോഡ്. അച്യുതാ, ഈ ബോർഡ് എടുത്ത് മാറ്റിയേക്ക്. എന്തിനാ സാർ? KR മേനോൻ കോടതി പോക്ക് നിർത്തി. ആഹാ, എല്ലാരും ഉണ്ടല്ലോ. വിജയം ആഘോഷിക്കാവും. സാറ് തോൽക്കണമെന്നല്ല, ഇവരുടെ സ്നേഹം ജയിക്കണമെന്നേ ഞങ്ങൾ ആഗ്രഹിച്ചുള്ളൂ. രാധികയെ നഷ്ടപ്പെട്ടാൽ പിന്നെ ജയകൃഷ്ണൻ എന്റെ അടുത്ത് വരുന്നത് സുഹൃത്തായിട്ടായിരിക്കില്ല, പേഷ്യന്റായിട്ടായിരിക്കും. സാർ എത്ര അവമാനിച്ചിട്ടും ജയേട്ടൻ ഈ വീട് ഉപേക്ഷിച്ചു പോവാത്തത് രാധിക ഓർത്തിട്ട് മാത്രമാണ്. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ജയേട്ടൻ ഒറ്റയ്ക്ക് ഇരുന്ന് കരയുന്നത്. ഞാൻ പറയും, അത് കാണും എനിക്ക് സങ്കടമില്ലെങ്കിലും ഞാനും കൂടെ ഇരുന്ന് കരയാറുണ്ട് ഒരു കമ്പനിക്ക്. അതുപോലെ ഒരു കമ്പനിയായിട്ട് ഈ കേസിൽ ഞാനും കൂടി ഉണ്ടായിട്ടുണ്ട്. അത് ഈ മനുഷ്യൻ ഒരു നിമിഷമെങ്കിലും സന്തോഷമായിട്ടിരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാ. ഒരുപാട് വർഷങ്ങളായി ഞാൻ സാറിന്റെ കൂടെ വന്നിട്ട് ഇതേവരെ ഞാൻ ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല, ഒരു ലീവ് പോലും. ഇപ്പൊ ഞാനൊരു കാര്യം ആവശ്യപ്പെടുക, എനിക്കൊരു ഗ്ലാസ് പായസം വേണം. ഈ ഗുമസ്ത പിശാചിന് ഈ നേരത്തെ ഇതാണോ വിചാരം? അത് ജയകൃഷ്ണൻ സാറിന്റെ രാധിക കുഞ്ഞിന്റെ കല്യാണത്തിന്റെ അന്ന് തന്നാ മതി. അമ്മാവനോട് ആലോചിക്കാതെ ഇങ്ങനൊരു കാര്യം രാധിക ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം. പക്ഷേ അത് ഞാൻ നിർബന്ധിച്ച് ചെയ്യിച്ചതാ. തെറ്റ് മുഴുവൻ എന്റേതാ. അതിനെന്ത് ശിക്ഷ പറഞ്ഞാലും അനുസരിക്കാൻ ഞാൻ തയ്യാറാണ്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, കുഞ്ഞുനാളിൽ തന്നെ തുടങ്ങിയതാ. നീ എന്റെ മകളെ ഒന്ന് ശകാരിക്കാൻ പോലും നീ സംഭവിച്ചിട്ടില്ല. ഇവൾ എന്ത് തെറ്റ് ചെയ്താലും അതൊക്കെ സ്വയം ഏറ്റെടുത്ത് എന്റെ ശിക്ഷകളൊക്കെ ഏറ്റുവാങ്ങിയത് നീയാ. ഇനിയും നിന്നെ ശിക്ഷിക്കാൻ എനിക്ക് വയ്യടാ. ഞാൻ ഈ കേസ് ജയിക്കുമെന്നായപ്പോ സത്യത്തിൽ എന്റെ ഉള്ളിൽ തീയായിരുന്നു. ഇത്രയും വിജ്ഞാനിയായ ഒരു കുട്ടിയെ ഞാൻ കാരണം പ്രാന്താശുപത്രിയിലാക്കേണ്ടി വരുമോ എന്നതായിരുന്നു എന്റെ സങ്കടം. അതിൽ നിന്ന് എന്നെ രക്ഷിച്ചത് നിങ്ങളാ. സോറി മിസ്റ്റർ ഹരിനാരായണൻ. ഇതെന്താ ഇത്? ഇത് കരയാനുള്ള നേരമല്ല, ആഘോഷിക്കാനുള്ള നേരാ. കോടതിയിൽ തോറ്റെങ്കിലും ഈ കോടതി വീട്ടിൽ ഞാൻ ജയിക്കാൻ പോവാടൂ. കുട്ടിക്കാലം മുതൽ എന്റെ കുഞ്ഞുങ്ങൾ ആഗ്രഹിച്ചിരുന്ന കാര്യം സാധിച്ചു കൊടുക്കാൻ പോവാ. എന്റെ ജീവശ്വാസത്തെക്കാൾ ഞാൻ സ്നേഹിക്കുന്ന എന്റെ ഈ മകളെ ഇവളോടുള്ളതിനേക്കാൾ എനിക്ക് സ്നേഹം കൂടുതലുള്ള നിന്റെ കയ്യിൽ ഞാൻ ഏൽപ്പിക്കുകയാണ്. ഉണ്ടടാ, ഉണ്ട്. ആ ദേവിക്കൊരു ശക്കല നീളെ കൂടുതലുണ്ട്. ഇതൊരു മെഗാ സീരിയലൊന്നല്ലല്ലോ, ഒരു ദേവിയല്ലേ. അത് ശകലം നീണ്ടു കിടന്നോട്ടെ. ജയേട്ടൻ പോയി നീണ്ടു നിവർന്ന് കിടന്നുറങ്ങാൻ നോക്ക്. പിന്നെ കല്യാണം കഴിഞ്ഞാൽ നിമ്മതി ഉറങ്ങാൻ പറ്റില്ല കേട്ടോ. ഇതിനല്ലേ ഇപ്പൊ തിരിച്ചു വന്നത്? പോയി കിടന്നുറങ്ങാൻ നോക്ക്. അതെന്താ? ഒരു ശകലം ബാക്കിണ്ടായിരുന്നു. ഏയ്,
ജയകൃഷ്ണ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? അവളെ ഞാൻ കെട്ടിക്കോട്ടെ? ആരെ? രാധികയെ. എങ്ങനെ എങ്ങനെ എങ്ങനെ? നീ സ്നേഹിക്കുന്നതിനൊക്കെ കൂടുതൽ അവളെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. അവളെ എനിക്ക് തന്നേക്കടാ. ദേ, ഈ അഭ്യാസം കയ്യിലിരിക്കട്ടെ മോനെ. കല്യാണത്തലേന്നേ ചെക്കന്മാരായിട്ട് ഇങ്ങനെ വട്ട് കളിപ്പിക്കുന്ന പരിപാടിയെ കുറെ ഞാനും ചെയ്തിട്ടുള്ളതാ. ആ വേല എന്റെ അടുത്തോടൂല. കിടന്നുറങ്ങാൻ നോക്കടാ. എന്നാ ശരി. ഓ കിടക്കടാ. മനുഷ്യനോരോ അതെ. ശുഭരാത്രി. ഒരു 50 ലക്ഷം രൂപ തന്നാലോ? അവളെ എനിക്ക് വിട്ടുതരുമോ? ഹരിനാരായണ, ഈ വക തമാശ ഒന്നും വേണ്ടാന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ? നാളെ നേരം വെളുത്താൻ ഞങ്ങളുടെ കല്യാണമാ. അതിനിടയിൽ ഇങ്ങനെ ഒന്ന് കേൾക്കുന്നത് പോലെ എനിക്ക് ഇഷ്ടമല്ല. നാളെ നേരം വെളുത്താലല്ലേ കല്യാണം? നേരം വെളുത്തില്ലെങ്കിലോ? നീ എന്തൊക്കെയാ പറയുന്നതെന്ന് നിനക്കറിയാമോ? നീ എന്തൊക്കെയാ പറയുന്നത് നിനക്കറിയോ? എന്തൊക്കെയാ പറഞ്ഞത്? എന്തൊക്കെയാ പറഞ്ഞത്? എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല. എനിക്ക് സോറി. എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല. സോറി. നന്നായി വരിക. നന്നായി വരിക. കുട്ടി ഏതാ? ഭാസ്കരൻ കുട്ടി. ആരാ മരിച്ചത്? മരിക്കേ? ആ പുറത്ത് ജയകൃഷ്ണൻ വെറ്റ്സ് എന്നും പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അതിന് ജയകൃഷ്ണൻ എപ്പോഴാ മരിച്ചത്? എടോ, ഇന്ന് ജയകൃഷ്ണ സാറിന്റെ കല്യാണമാ. ഓ സോറി. അല്ല, എപ്പോഴാ ശവം എടുക്കണത്? പൊന്നപ്പാ. എടാ പൊന്നപ്പാ. എന്താ സാറേ? ഈ കുട്ടിയെ പിടിച്ച് പുറത്താക്കുക. ഇതിവിടെ എത്തിയോ? പൊക്ക്. നിനക്ക് ഇവിടെ ചത്തതാരാണെന്ന് അറിയണമല്ല? അറിയണം. എന്നാ കേട്ടോ, ചത്തത് നീയാ. എപ്പോ? ജസ്റ്റ് 5 minutes. എന്നിട്ട് എന്തുകൊണ്ട് എന്നെ വിവരം അറിയിച്ചില്ല? അപ്പനിക്ക് നീ ചത്തില്ലേ? തർക്കം വേണ്ട.
ഓം ക്രീം ശവശരീരായ നമഃ. എടുത്തോളൂ. എന്തിനാ എടുക്കുന്നേ? നിനക്ക് നടന്നു വെക്കൂടാ. ചത്തവരാരെങ്കിലും നടന്നു പോവോടാ തെണ്ടി. എച്ചുസ്മി അല്പം പഞ്ഞുകൊണ്ട് എന്റെ മൂക്കിൽ വെച്ചോളൂ. എന്തിനാ? ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് നാറ്റം എടുക്കാതിരിക്കാനാ. ഓ, ചീഞ്ഞേനേക്കാൾ നാട്ടി എപ്പോഴേ ഉണ്ട്. എന്നാൽ ആ പഞ്ഞി എടുത്ത് നിന്റെ മൂക്കിൽ വെച്ചോടാ പ്രാന്ത. ഇനി വെച്ച് അധികം ചീക്കണ്ട, പിടിച്ചോ. നേരെ കുഴിയിലോട്ട് വെക്കാം. മലക്കും ഭാഗത്ത് ഈ 3 ചന്നത്തിൽ കത്തിക്കണേ. പൊന്മകൾ വന്ന പൊരുൾ കൂടി തന്ന ഹരിനാരായണ, ഹരിനാരായണ. ഹരിനാരായണ, നിന്റെ പെണ്ണിന് കുട്ടിക്കാലം മുതൽ നീ സ്നേഹിച്ചതിന്റെ പുറപ്പെട്ടിന് നീ എനിക്ക് വിട്ടു തന്നില്ല. എന്നെ അവളുടെ കല്യാണം നീ നടത്തി തന്നില്ല. ഈ കടപ്പാടൊക്കെ നരകാതെ തീർക്കുക. ഹരിനാരായണ.